ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. ടോട്ടൽ 49 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ട്രാൻസ്ലേറ്റർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 17/2025 16 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ആ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ, ഫുൾ ടൈം റെഗുലർ കോഴ്സ് അല്ലെങ്കിൽ അതിലും ഉയർന്ന യോഗ്യതയാണ്. എല്ലാ യോഗ്യതകളും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് ആയിരിക്കണം. പ്രവൃത്തി പരിചയം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കോടതികൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ IT ടെക്നിക്കൽ സപ്പോർട്ട്, ഫുൾ ടൈം ഓൺ സൈറ്റ് ടെക് സപ്പോർട്ട് അല്ലെങ്കിൽ സമാനമായ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സപ്പോർട്ടും ടെക്നിക്കൽ ട്രബിൾ ഷൂട്ടിംഗ് നൽകുന്ന 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അഭികാമ്യം ഈ കോടതികൾ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഏതെങ്കിലും കോടതികളിൽ ടെക്നിക്കൽ സപ്പോർട്ട് റോളിലുള്ള 6 മാസത്തെ പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 18/2025 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ ശമ്പളം 22,240 രൂപയാണ് ലഭിക്കുക. പ്രായം 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നിവയിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയും ഫുൾ ടൈം റെഗുലർ കോഴ്സ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റുമാണ്. എല്ലാ യോഗ്യതകളും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് ആയിരിക്കണം. പ്രവൃത്തി പരിചയം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കോടതികൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ സേവാ കേന്ദ്രം മാനേജ് ചെയ്യൽ അല്ലെങ്കിൽ ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നീ മേഖലകളിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. ഈ കോടതികൾ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഏതെങ്കിലും കോടതികളിൽ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ ഈ സേവാ കേന്ദ്രം മാനേജ് ചെയ്യൽ എന്നീ റോളുകളിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയവും അഭികാമ്യമാണ്. അടുത്തത് ട്രാൻസ്ലേറ്റർ പോസ്റ്റാണ്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 12/2025 20 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ ശമ്പളം 60,000 രൂപയാണ് ലഭിക്കുക. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. പ്രായം 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. അടുത്തത് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 14/2025 ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ ശമ്പളം 31,020 രൂപയാണ് ലഭിക്കുക. യോഗ്യത MCA അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BTech 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവുമാണ്. പ്രായം 1984 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ട്രാൻസ്ലേറ്റർ തസ്തികയിൽ ട്രാൻസ്ലേഷൻ ടെസ്റ്റ്, അഭിമുഖം എന്നിവ നടത്തിയാണ് തിരഞ്ഞെടുക്കുക. 50 മാർക്കിൻ്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രാൻസ്ലേഷൻ പരീക്ഷയാണ് നടത്തുന്നത്. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും തിരിച്ചുമുള്ള വിവർത്തനമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പരീക്ഷാ സെൻറ്റർ എറണാകുളമാണ്. മറ്റ് തസ്തികകളിലേക്ക് എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ അഭിമുഖം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്നിവ നടത്തിയാവും തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്ക് 600 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയുമാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായും ഓഫ്ലൈനായും അടയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കാം. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലായ hck.recruitment.keralacourts.in 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്റ്റർ ചെയ്ത ശേഷം ഡാഷ്ബോർഡിലെ അപ്ലൈ നൗ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം. വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ ഫോട്ടോ, ഒപ്പ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഡിസംബർ 16 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ
രജിസ്ട്രേഷൻ ലിങ്കും അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.